ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു കോൺസ്പിറസിയാണ് ജിം ക്യാരി. ജിം ക്യാരി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാലും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് മനസ്സിലാവും, മനസ്സിലാത്ത ആളുകൾക്ക് ആളെ കാണുമ്പോൾ മനസ്സിലാവും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലെജൻഡറി ഹോളിവുഡ് ആക്ടറാണ് ജിം ക്യാരി. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട് തന്നെ ആയിരിക്കും. വളരെ യുണീക്ക് ആയിട്ടുള്ള, അത്രത്തോളം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ഒരു ആക്ടറാണ് ജിം ക്യാരി എന്ന് പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ഫെബ്രുവരി 26-ന് 51st സീസർ അവാർഡ്സ് അദ്ദേഹം അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ സിനിമയ്ക്കുള്ള ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ എന്നുള്ള പേരിൽ ഹോണററി അവാർഡാണ് അദ്ദേഹത്തിന് അവിടെ വെച്ച് കൊടുത്തത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA ഓസ്കാർ ആണെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഫ്രാൻസിന്റെ അവാർഡാണ് ഈ പറയുന്ന സീസർ അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സീസർ അവാർഡ്സിലെ അപ്പിയറൻസിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ നടക്കുന്ന കോൺസ്പിറസി മുഴുവനും. ആ കോൺസ്പിറസിയെ ചുറ്റിപ്പറ്റി ഒരുപാട് റീലുകളും ഈ പറയുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ കുറെ റീൽസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിലൊരു റീൽസ് ഞാനിവിടെ വെക്കാം, അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഇത് ജിം ക്യാരി ആണെങ്കിൽ ഞാൻ സുരേഷ് ഗോപിയാണ്. ഇത് ആരാണിത്? നിങ്ങൾ ആരാ? ഇത് 100% ഇത് ജിം ക്യാരി അല്ല. പിന്നെ സത്യം പറഞ്ഞാല് അത്ഭുതമല്ല, പ്രെഡിക്റ്റബിൾ ആയിരുന്നു. കാരണം MJയുടെ സംഭവത്തിന് ശേഷം ഇവർ ഈ എലിമിനേറ്റ് ചെയ്യുന്നത് മാറ്റി റീപ്ലേസ്മെന്റ് ആക്കി മാറ്റി അവരുടെ സ്ട്രാറ്റജി. അതായത് അവർക്കെതിരെ ആര് തിരിഞ്ഞാലും അവരെ എലിമിനേറ്റ് ചെയ്ത് ആ സ്ഥാനത്ത് അവരുടെ ബോഡി ഡബിളിനെ വെക്കുക. പക്ഷെ ജിം ക്യാരിയുടെ തിരോധാനം നമുക്ക് വലിയ നഷ്ടമാണ്. കാരണം ലോകത്ത് തന്നെ എൻറ്റിറ്റിയെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ച നട്ടിലുള്ള വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളായിരുന്നു ജിം ക്യാരി. സിംബോളിക്കലി ഒന്നല്ല, പുള്ളി എൻറ്റിറ്റിയെ ഡയറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിക്കാം. അതിൽ ആങ്കറുടെ ഫേസ് ഇടക്കൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളും അതിലൊരാളാന്നൊക്കെ മൂപ്പര് പറയുന്ന സമയത്ത് ടെൻഷൻ ഉള്ളിൽ ഒളിപ്പിച്ച് അദ്ദേഹം ചിരിക്കുന്നുണ്ട്, ചിരിച്ച പോലെ അഭിനയിക്കുന്നുണ്ട്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് 1 കൊല്ലം ആകുമ്പോഴേക്കും ജിം ക്യാരിയുടെ ഗേൾഫ്രണ്ട് കാത്തറീന വൈറ്റ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സിന്റെ ഓവർഡോസ് കാരണം തന്റെ ലോസ് ആഞ്ചലസിലെ വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടെത്തി. ഈ പാറ്റേൺ എവിടെയോ കേട്ട് മറന്ന പോലല്ലേ? അതെ, ഈ പ്രിസ്ക്രിപ്ഷൻ ഓവർ ഡ്രഗ്സ് കാരണം മരിക്കുന്ന ഒരു സംഭവം വെരി കൺവിൻസിംഗ്. അതിനുശേഷം ഇദ്ദേഹം ഡിപ്രഷനിലൊക്കെ ആവുന്നു. 2002 റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യുന്നു. Well, I'm retiring, but I have enough. I've done enough. I am enough. I felt like Hollywood is just spineless. പിന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു പക്ഷേ എന്റെ റിട്ടയർമെന്റിന് ശേഷം തിരിച്ചു വന്നാൽ അത് ഞാനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത്. ഒറിജിനൽ ജിം ക്യാരിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഈ മിമിക്രി കലാകാരനെ വെച്ചിട്ട് ജിം ക്യാരിനെ അനുകരിച്ച് ലോകത്തെ പറ്റിക്കാൻ പറ്റുന്ന എൻറ്റിറ്റി വിചാരിച്ചെങ്കിൽ സോറി ഗൈസ്, പീപ്പിൾ ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ അവെയർ. പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ഒബ്സർവിംഗ് മോർ. പിന്നെ ഒക്കെ പോട്ടെ, ജിം ക്യാരിയുടെ മുഖത്ത് ഓരോ മസിൽസും അഭിനയിക്കും. അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരാളെ കൊണ്ടും നടക്കൂല. അതുകൊണ്ടായിരിക്കും ഇവര് ബൊട്ടോക്സ് ചെയ്ത് മുഖം മാറിയതാന്നുള്ള രീതിയിൽ ഈ ക്ലോണിനെ ബൊട്ടോക്സ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടാകുക. സത്യം തിരിച്ചറിഞ്ഞ കണ്ണുകളും സത്യം മറയ്ക്കുന്ന കണ്ണുകളും രണ്ടാണ്. ആൻഡ് ദീസ് ഹൈസ് ആർ ലിറ്ററലി ഹൈഡിങ് സംതിങ്. ഈ വേൾഡ് മൊത്തം ഒരു നാടകശാലയാണ്. ആൻഡ് വി ആർ ദിയർ പപ്പറ്റ്സ്. ദ ക്യുക്കർ വി ഗെറ്റ് അവേ, ദ ക്യുക്കർ വി ക്യാൻ എസ്കേപ്പ് ഫ്രം ദിസ് മെട്രിക്സ്. എന്തായാലും പാവം കുറെ കഷ്ടപ്പെടുന്നുണ്ട് ജിം ക്യാരി ആയിട്ട് അഭിനയിക്കാൻ. അതുകൊണ്ട് 10 ഒരു 7 മാർക്ക് കൊടുത്തേക്കാം. ഈ കണ്ണുകൾക്ക് മാത്രമല്ല, ഇനി കാണിക്കാൻ പോകുന്നവരിലും ഈ അന്ധത നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇത് ജിം ക്യാരി അല്ല, ജിം ക്യാരിയുടെ ഒരു ക്ലോൺ അല്ലെങ്കിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ജിം ക്യാരിയെ അനുകരിക്കുകയാണെന്നുള്ളതാണ്. ഇദ്ദേഹം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് റീലുകളുണ്ട്. എല്ലാ റീലുകളോടും വെക്കാൻ എനിക്ക് പറ്റില്ല. ഇത് തന്നെ 3 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ബോറടിച്ചിട്ടുണ്ടാവും. സോ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ അപ്പിയറൻസും മറ്റ് പല കാരണങ്ങളും കൊണ്ടൊക്കെയാണ് ഇദ്ദേഹം ജിം ക്യാരി അല്ല, അദ്ദേഹത്തിന്റെ ക്ലോൺ ആണെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആസ് വി ഏജ്, നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനും ഫേഷ്യൽ മസിൽസിനും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ചില ആളുകൾക്ക് അത് മിനിമൽ ആയിരിക്കും, ചില ആളുകൾക്ക് അത് വളരെ വ്യത്യാസം ഉണ്ടാവും. അവിടെ തന്നെ അതിന്റെ കൂടെ ഫില്ലേഴ്സ്, ബോട്ടോക്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തിന്റെ ഷേപ്പ് തന്നെ വല്ലാതെ മാറും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ എക്സാമ്പിൾ എടുത്തിവിടെ വെച്ചിട്ട് നിങ്ങളോട് പറയാം, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ നമ്പർ 1, കത്രീന കൈഫ്. ഇത് നിങ്ങൾ കത്രീന കൈഫിന്റെ യൂത്ത്ഫുൾ ആയിരുന്നപ്പോൾ വളരെ യങ് ആയിട്ടുള്ള കത്രീന കൈഫിന്റെ ഒരു മുഖമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതേ സെയിം കത്രീന കൈഫ് തന്നെ ബാങ് ബാങ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു 30 വയസ്സായപ്പോൾ അഭിനയിച്ച ബാങ് ബാങ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഫേസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതേ കത്രീന കൈഫ് തന്നെ ഏകദേശം അവർക്കൊരു 40 വയസ്സായപ്പോൾ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഫേസിന് വന്നിട്ടുള്ള ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ഇപ്പൊ ഈ ജിം ക്യാരിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ചേഞ്ച് ആണ് അവരുടെ ഫേസിന് വന്നിരിക്കുന്നത്. അതായത് കുറച്ച് ഫുൾ ആയിട്ടിരുന്ന ഫ്ലഫി ആയിട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ഒട്ടിയതുപോലെയും ഒട്ടിയിരുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മുഴകൾ വന്ന പോലെയൊക്കെയാണ് ഫേസിൽ അവിടെ, എസ്പെഷ്യലി ഈ ചീക്ക് ഏരിയ, അതുപോലെ തന്നെ അണ്ടർ ഐ ഏരിയ, ലിപ്സ്, ഫില്ലേഴ്സ് യൂസ് ചെയ്ത് ലിപ്സ്, അങ്ങനെ ടോട്ടലി ഫേസിന് വലിയൊരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഏജ് ആകുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ തിന്നായിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഫേസിലെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, സാഗിങ് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. ഇപ്പോൾ ഫേസിന്റെ സ്ട്രക്ചറിന് തന്നെ ഓൾമോസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ യൂത്ത്ഫുൾ ആണെങ്കിൽ നമ്മുടെ ഈ ജോ ഏരിയ ഒക്കെ ഇങ്ങനെ ലിഫ്റ്റഡ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് ലിഫ്റ്റഡ് ആയിട്ടിരിക്കും. ഇത് തന്നെ ഏജ് ആകുന്നതനുസരിച്ച് ഈ ജോ ഏരിയക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ താന്ന് വരും. അപ്പൊ അതിനാണ് ഈ ഫേസ് ലിഫ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ 2 സൈഡിലേക്കാണ് ഫേസ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നത്, യൂത്ത്ഫുൾ ആയിട്ട് തോന്നാൻ വേണ്ടി.
അതുപോലെ തന്നെ ഈ അണ്ടർ ഡബിൾ ചിന്നിന്റെ ഇവിടത്തുള്ള ഫാറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു കളയും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഫേസിന്റെ ആ ഒരു നാച്ചുറൽ രൂപത്തിൽ നിന്ന് മാറ്റം വരും. ഇപ്പൊ ലാലേട്ടന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. ലാലേട്ടൻ സർജറിക്ക് മുമ്പ് അഭിനയിച്ച വില്ലൻ എന്ന് പറയുന്ന സിനിമ, അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു സർജറിക്ക് ശേഷം വന്നിട്ടുള്ള ഒടിയൻ എന്ന് പറയുന്ന സിനിമയിൽ അപ്പിയറൻസ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ലിഫ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടർ ഐയിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഫാറ്റ് ഉണ്ടായിരുന്നു. ആ ഫാറ്റ് എടുത്ത് കളയാൻ വേണ്ടി ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ അണ്ടർ ഐയിലുള്ള ആ ഒരു ഫാറ്റ് കംപ്ലീറ്റ് പോയതായിട്ട് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് സർജറി ഇമേജിൽ കാണാൻ സാധിക്കണം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ, നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനുള്ള ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം വരും. ഇനി മറ്റൊരു ഉദാഹരണം പറയാം, കാജൽ അഗർവാൾ. കാജൽ അഗർവാൾ 2009-2010 അഭിനയിച്ച ആര്യ 2 എന്ന് പറയുന്ന സിനിമയിലെ അവരുടെ ഒരു സ്റ്റില്ലാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് തന്നെ കാജൽ അഗർവാള് ഒരു 2014 അഭിനയിച്ച ജില്ല എന്ന് പറയുന്ന സിനിമയിലെ ഒരു ലുക്കാണ് നിങ്ങൾ രണ്ടാമത് കാണുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് റീസെന്റ് ആയിട്ട് കാജൽ അഗർവാൾ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഫേസിന് വന്നിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ ഏകദേശം നമുക്കൊരു ബണ്ണൊക്കെ പാലിൽ മുക്കിയെടുത്ത് വീങ്ങിയിരിക്കുന്ന പോലെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ അത്രത്തോളം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഇവരുടെ കേസിലും വന്നിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട, ഇതുപോലുള്ള വലിയ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ചില മെഡിക്കേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ ലൈഫിലെ സ്ട്രെസ് കൊണ്ടോ അങ്ങനെയൊക്കെ നമ്മുടെ ഫേസിലും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പ്രഭാസിനെ തന്നെ നോക്കും. 2006 റിലീസായ ഛത്രപതി എന്ന് പറയുന്ന സിനിമയിലുള്ള പ്രഭാസിന്റെ ഒരു സ്റ്റില്ലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് 2015 റിലീസായ ഏകദേശം ഒരു 9 വർഷങ്ങൾക്ക് ശേഷം റിലീസായ ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമയിലെ സ്റ്റില്ലാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വലിയൊരു മാറ്റമില്ല. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റീസെന്റ് ആയിട്ടുള്ള പ്രഭാസിന്റെ സിനിമകളിലെ ഒരു അപ്പിയറൻസ് ആണ്. അപ്പൊ 2006 റിലീസായ ഛത്രപതിയിൽ നിന്നും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ 2015 റിലീസായിട്ടുള്ള ബാഹുബലിയിൽ അദ്ദേഹത്തിന്റെ ഫീലിൽ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ നിന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് 2019, 20, 21 വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫീൽഡിൽ സംഭവിച്ചത്. അത് ചിലപ്പോൾ അദ്ദേഹം ആ ബാഹുബലിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിറോയിഡ് എടുത്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള പല കാര്യങ്ങളിലെ സൈഡ് എഫക്ട്സ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളതാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ട് സംഭവിക്കാം. അങ്ങനെ സ്റ്റിറോയിഡ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ, ഇപ്പോൾ തൈറോയിഡ് പോലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് സംഭവിക്കുന്ന ആളുകൾക്ക് കണ്ണൊക്കെ കുറച്ചുകൂടെ പുറത്തേക്ക് തള്ളി വരുന്നതായിട്ടും അതുപോലെ കഴുത്തിന്റെ ഇവിടെയൊക്കെ വീങ്ങുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ പല റീസൺസ് കൊണ്ട് നമ്മുടെ ടോട്ടൽ ഫിഗറിന് ചേഞ്ചസ് സംഭവിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ ജിം ക്യാരിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലുക്കിന് ചേഞ്ച് സംഭവിച്ചു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പുള്ള ഇമേജ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗിങ് സ്കിന്നൊക്കെ അദ്ദേഹത്തിന്റെ സ്കിന്നിൽ കാണാൻ പറ്റും. പക്ഷേ ഇദ്ദേഹത്തിന് ഈ ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇപ്പം ഈ റീസെന്റ് ആയിട്ടുള്ള പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇമേജിൽ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഹെയർ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അതായത് അദ്ദേഹം ഷോർട്ട് ഹെയറിൽ നിന്ന് ഹെയർ കുറച്ചുകൂടെ വളർത്തി നീട്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ പറഞ്ഞ പോലുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ് പോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കാണാനില്ല. അപ്പൊ അതിനർത്ഥം അദ്ദേഹം തീർച്ചയായിട്ടും ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബോട്ടോക്സ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ബോട്ടോക്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത് ബൊട്ടുലിനം ടോക്സിൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ ഈ ബൊട്ടുലിനം ടോക്സിന്റെ ഒരു പ്യൂരിഫൈഡ് ഫോം ആണ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. എ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാക്ടീരിയം ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. അപ്പോൾ ഇത് ലാർജ് എമൗണ്ടിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ടോക്സിൻ ആണ്. അപ്പോൾ ഇതിന്റെ വെരി ടൈനി കൺട്രോൾഡ് ഡോസസ് ആണ് നമ്മൾ ഈ പറയുന്ന ട്രീറ്റ്മെന്റ്സിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മസിൽസ് മൂവ് ചെയ്യുന്നത് അസറ്റൈൽ ഗ്ലോറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ യൂസ് ചെയ്ത് നമ്മുടെ നെർവ്സ് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ബോട്ടോക്സ് ആ നെർവ് സിഗ്നൽസിനെ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യും. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ മുഖത്ത് എവിടെയാണോ ചുളിവുകൾ ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണോ റിങ്കിൾസ് ഉള്ളത് ആ പോർഷനിലേക്ക്, ആ സ്പെസിഫിക് പോർഷനിലെ മസിലിലേക്ക് ഒരു ചെറിയ എമൗണ്ടിൽ ഡോക്ടേഴ്സ് ഈ ബോട്ടോക്സ് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഈ ബോട്ടോക്സ് ആ മസിലിനോട് കോൺട്രാക്ട് ചെയ്യാൻ പറയുന്ന നെർവ് സിഗ്നലിനെ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ മസിൽസ് ടെമ്പററി ആയിട്ട് സിഗ്നൽസ് കൊടുക്കുന്നതാണ് നമുക്കിങ്ങനെ നെറ്റി പിടിക്കാനും ഐബ്രോസ് പോക്കാനും അങ്ങനെ പല പല എക്സ്പ്രഷൻസ്, ചിരിക്കാൻ, അങ്ങനെയുള്ള പല പല എക്സ്പ്രഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നെർവ് സിഗ്നൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ മസിൽസിന് കോൺട്രാക്ട് ചെയ്യാനുള്ള സിഗ്നൽ കിട്ടുന്നില്ല. അപ്പോൾ മസിൽസ് ടെമ്പററി ആയിട്ട് റിലാക്സ്ഡ് ആവും, പാരലൈസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മസിൽസ് ഇങ്ങനെ കോൺട്രാക്ട് ആകുന്നതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് പല സ്ഥലത്തും ചുളിവുകളും റിങ്കിൾസും വീഴുന്നത്. കാരണം നിങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റിയിൽ ചുളിവുകൾ ഉണ്ടാകുന്നില്ല. പക്ഷേ നിങ്ങളിങ്ങനെ നിങ്ങളുടെ പുരികങ്ങളൊന്ന് പൊക്കി നോക്കിയാൽ നിങ്ങളുടെ ഫോർഹെഡിൽ റിങ്കിൾസ് വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ടുള്ള സിഗ്നൽസ് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ അത്രയും പുരികം പൊക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ റിങ്കിൾസ് വീടില്ല, അവിടെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കാണപ്പെടും. അപ്പോൾ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലിയ ഭട്ടിന്റെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള പല വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിലേക്കൊക്കെ ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പ്രോപ്പറായിട്ട് ചിരിക്കണമെങ്കിൽ രണ്ട് സൈഡിലുള്ള മസിൽസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചുണ്ട് രണ്ട് സൈഡിലേക്കും പോയി നമുക്ക് പ്രോപ്പറായിട്ട് ചിരിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ബോട്ടോക്സ് ചെയ്യുമ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെയാണ്. ഒരു സൈഡിൽ കൂടിയും കുറഞ്ഞൊക്കെ പോകുമ്പോൾ ഒരു സൈഡിൽ പ്രോപ്പറായിട്ട് ചിരി വരും, മറ്റേ സൈഡിൽ വരില്ല. അപ്പം ഒരു സൈഡിലേക്ക് ചുണ്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളാണ്.
അതുകൊണ്ടാണ് ഫേസിൽ ഒരുപാട് എക്സ്പ്രഷൻസ് ഉള്ള ആളുകൾ ഇതുപോലുള്ള ബോട്ടോക്സും ട്രീറ്റ്മെന്റ്സും ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ലിമിറ്റഡ് ആകുമ്പോൾ നമുക്ക് അവരെ ഒരുമാതിരി പാവ പോലെ അല്ലെങ്കിൽ ഒരു റോബോട്ട് പോലെയൊക്കെ തോന്നുന്നത്. ഇപ്പൊ അങ്ങനെ ഒരുപാട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉള്ള ഒരാളാണ് ജിം ക്യാരി എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉള്ള ആളാണ്. ഞാൻ 1-2 ഫോട്ടോസ് ഇവിടെ വെക്കാം. അപ്പൊ ഇതുപോലുള്ള ബോട്ടോക്സ് എടുത്തു കഴിയുമ്പോൾ അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉള്ള ആളുകൾക്ക് മുഖത്ത് ചുളിവുകൾ വീഴുന്ന പെട്ടെന്നായിരിക്കും മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഒരുപാട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇല്ലാത്ത ആളുകൾക്ക് കമ്പാരേറ്റീവ്ലി ചുളിവുകളൊക്കെ കുറവായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരുപാട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉള്ള ആളുകൾക്ക് മുഖത്ത് കൂടുതൽ ചുളിവുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം മസിൽസിന് കൂടുതൽ മൂവ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്കിന്ന് റിങ്കിൾസ് ഒക്കെ ഫോം ചെയ്യാൻ സാധ്യതയാണ്. സോ ഈ ജിം ക്യാരിയുടെ കേസ് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഈ ബോട്ടോക്സ് ഫില്ലേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല സ്ഥലത്തും റിങ്കിൾസ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സ്കിന്ന് തിന്നായിട്ടുള്ള പല സ്ഥലവും ഫുള്ളറായിട്ട് കാണാം, അല്ലെങ്കിൽ മസിൽ പല സ്ഥലത്തും പാരലൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ലിമിറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു ഫേക്ക് ഫീൽ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഫേസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു റോബോട്ടിനെ പോലെയൊക്കെ തോന്നും. ഇത് ഇദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, ഈ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകളും എടുത്തു നോക്കിയാലും അവരുടെ ഫേഷ്യൽ മൂവ്മെന്റ്സ് പിന്നീട് ലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈവൻ നമ്മുടെ ലാലേട്ടൻ വരെ ഒരുപാട് സർക്കാസം ഇതിന്റെ പേരിൽ അനുഭവിച്ചിട്ടുണ്ട്. ഫേസിൽ എക്സ്പ്രഷൻ വരുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പം അതിനൊക്കെയുള്ള പല കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പോലെ ബോട്ടോക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ്. നമ്മുടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഫേഷ്യൽ മസിൽസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാരലൈസ് ചെയ്യപ്പെടുമ്പോൾ പഴയതുപോലെ നമുക്ക് എക്സ്പ്രഷൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ അത് ഒരു കാര്യം. പിന്നീട് പറഞ്ഞൊരു കാര്യമാണ് ജിം ക്യാരി ലെഫ്റ്റ് ഹാൻഡർ ആണ്. ഇപ്പോൾ ഈ അവാർഡ്സിന് വന്നപ്പോൾ അദ്ദേഹം റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്തത്. ഇദ്ദേഹത്തിന്റെ തന്നെ പണ്ടുള്ള പഴയ വീഡിയോകൾ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇദ്ദേഹം റൈറ്റ് ഹാൻഡ് കൊണ്ട് ഓട്ടോഗ്രാഫ് ഒക്കെ സൈൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒന്നെങ്കിൽ ഇദ്ദേഹം ആംബി ഡെക്സ്ട്രസ് ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഓട്ടോഗ്രാഫ് ഇടാൻ ശീലിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്ക് ഇദ്ദേഹം ഒരു ബോഡി ഡബിൾ ആണെന്നോ ഫേക്ക് ആണെന്നോ പറയാൻ സാധിക്കില്ല. അപ്പൊ ഇദ്ദേഹം ക്ലോൺ ആണെന്നോ അല്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നോ ഇതൊന്നും അല്ല എന്റെ വാദം. ഇങ്ങനെ വന്നത് കൊണ്ട് മാത്രം, ഇദ്ദേഹത്തിന്റെ ഒരു ലുക്കിൽ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ക്ലോൺ ആണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും അതിനെ അഫക്ട് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പൊ ഈ കുറെ ദിവസം കൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള റീൽസ് കാണുന്നുണ്ട്. സോ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അത് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻഫോർമേറ്റീവ്. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I'm Al Hussain, signing off.